ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്കൂൾ റീഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിവിടെ കോഴിക്കോട് എഡ്യൂമാർട്ടിലാണ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയത്. ആദ്യം തന്നെ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ബാഗും ലഞ്ച് ബാഗുമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ബാഗിൻ്റെ ഒരു എന്താ പറയുക, വലിയൊരു ലോകം തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അത്രയും കൂടുതൽ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ശ്രാവണും ശുശ്രുതും ഇങ്ങനെ ഒരുപാട് നോക്കിക്കൊണ്ട് നടന്നു കേട്ടോ. അവസാനം ശ്രാവൺ സ്കൈ ബാഗിൻ്റെ ഒരു ബാഗാണ് എടുത്തത്. ഒരു ബ്ലാക്ക് കളർ ബാഗാണ് എടുത്തത്. സുശ്രുതിന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് സമയം കളഞ്ഞത്. കാരണം അവനൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഓരോ ബാഗും എടുത്തിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടും ഒക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. പിന്നെ അത് ഓക്കെ എന്ന് പറയുമ്പോൾ വേറെ ഒന്ന് കാണും. അങ്ങനെ ശ്രാവൺ ഈ ബാഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് സ്കൈ ബാഗിൻ്റെ ഒരു നല്ലൊരു അടിപൊളി ബാഗാണ് എടുത്തിട്ടുള്ളത്. സുശ്രുതിന് ഒരുപാട് സമയം നോക്കിയിട്ടാണ് കേട്ടോ അവസാനം ഒരു ബാഗ് അവൻ സെലക്ട് ചെയ്തത്. ഈ കയ്യിലെടുത്തതൊന്നും അല്ല കേട്ടോ എടുത്തത്. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സ് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. അതിനും ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെതും അതല്ലാതെ സ്റ്റീലിൻ്റെതും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റീൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം രാവിലെയൊക്കെ ചൂടുള്ള ഫുഡൊക്കെ കൊടുത്തു വിടുമ്പം എപ്പോഴും സേഫ് സ്റ്റീലിൻ്റെ കണ്ടെയ്നർ തന്നെയാണ്. അപ്പം 2 പേർക്കും എന്താ പറയുക, ഉപ്പേരിയും ചോറും മോരും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും 3 പാത്രങ്ങൾ വീതം എടുത്തു കേട്ടോ. ഒരു വലുത് ഒരു ചെറുത് അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം 2 പേർക്കും ഒരേപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഊണ് വിളമ്പണ പാത്രത്തിന് മാത്രം ചെറുതായിട്ട് ഒരു വലിപ്പ വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സുശ്രുതിനെ കൊണ്ട് ഞാൻ തുറന്ന് നോക്കിച്ചതാണ് കേട്ടോ. കാരണം ചിലപ്പോൾ അവർക്ക് തുറക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തുറന്ന് നോക്കിച്ചതാണ്. പിന്നെ ഇതേപോലെ വാട്ടർ ബോട്ടിലിൻ്റെയും ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റീലും പ്ലാസ്റ്റിക്കും ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ മേടിച്ചില്ല, കയ്യിലുണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ തന്നെ പെന്ന്, പെൻസില്, സ്കെയില് അതും ഒരുപാട് കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഇല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് മേടിച്ചിട്ട് ഉള്ളത്. അപ്പം ഈ കവർ നിറച്ചും സാധനമായിട്ടാണ് കേട്ടോ നമ്മളെ പോക്ക്. സ്റ്റീലിൻ്റെ കേട്ടോ ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. ശ്രാവൺ ഇതുപോലെ സ്കൈ ബാഗിൻ്റെ ഒരു ബ്ലാക്ക് ബാഗാണ് മേടിച്ചിട്ടുള്ളത്. അതേപോലെ കിറ്റ് മേടിച്ചു. പിന്നെ സുശ്രുതുകുട്ടൻ്റെ ആണ് ഈ ഒരു ഷാർക്കിൻ്റെ ബാഗ് കേട്ടോ. അവൻ തന്നെ സെലക്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ പേരൊക്കെ എഴുതാൻ പറ്റും കേട്ടോ ഇതിനകത്ത്. പിന്നെ ഒരു ബ്ലൂ കിറ്റ് മേടിച്ചു. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതെല്ലാം ശ്രീനാഥേട്ടൻ കാനഡയിൽ പോയ സമയത്ത് മേടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫുഡ് കൊണ്ടുപോകാനും വെള്ളം കൊണ്ടുപോകാനും അതുപോലെ പെൻസില്, പെന്ന്, റബ്ബർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏട്ടൻ പോയ സമയത്ത് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തതായിരുന്നു. അപ്പം ഒത്തിരി സന്തോഷം.